So let's talk about question number 17. Arrange the following solutions in order of their increasing boiling point. See, increase in boiling point. നമുക്കറിയാം ഇത് സൊല്യൂഷനിലെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസിൽ എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്ന പാർട്ടിൽ നിന്നാണ്. അപ്പം നമ്മൾ എഴുതേണ്ടത് ഇങ്ങനെയാണ്: ഡെൽറ്റ ടി ബി കൂടിയാൽ ആര് കൂടും? ബോയിലിംഗ് പോയിന്റ് കൂടും. സോ ബോയിലിംഗ് പോയിന്റ് ഇൻക്രീസസ്. So boiling point directly proportional to delta TB. So let's write delta TB directly proportional to I into molality. This is what we study. അപ്പോൾ നമ്മൾ ഓരോ കേസിലും ഐൻ്റെയും മൊളാലിറ്റിൻ്റെയും വാല്യൂ എഴുതുകയാണ്. നോക്കൂ, സോഡിയം ക്ലോറൈഡ്, വാട്ട് ഈസ് ദ ഐ വാല്യൂ? ഐ വാല്യൂ ഈക്വൽസ് 2. അപ്പോൾ സോഡിയം ക്ലോറൈഡ് എവിടെല്ലാം ഉണ്ടോ അവിടെല്ലാം ഐ വാല്യൂ 2 തന്നെയാണ്. So sodium chloride I value 2. യൂറിയ ഒരു നോൺ ഇലക്ട്രോലൈറ്റ് ആണ്. അയാളുടെ ഐ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓപ്ഷൻ 1ൽ നിങ്ങൾ നോക്കിയാൽ അയാളുടെ ഐ വാല്യൂ 2 ആണ്. അയാളുടെ കോൺസെൻട്രേഷൻ 10⁻⁻⁴. Now ഓപ്ഷൻ 2ൽ അയാളുടെ ഐ വാല്യൂ 1 ആണ്. Okay, and 10⁻⁻⁴ is the concentration. Next, option 3ൽ നിങ്ങൾ നോക്കിയാൽ അയാളുടെ ഐ വാല്യൂ 2 ആണ്, ആൻഡ് വി ഹാവ് 10⁻⁻3. നെക്സ്റ്റ്, നാലാമത്തെ ഓപ്ഷൻ നിങ്ങൾ നോക്കിയാൽ അയാളുടെ ഐ വാല്യൂ 2 ആണ്, അയാളുടെ കോൺസെൻട്രേഷൻ 10⁻⁻2 ആണ്. അപ്പൊ ഇതിൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ വാല്യൂ എന്ന് ചോദിച്ചാൽ നമുക്കറിയാം ഏറ്റവും ഉയർന്ന വാല്യൂ 4-നാണ്. അപ്പൊ 4ന്റെ ഡെൽറ്റ ടി ബി കൂടുതലായിരിക്കും, അയാളുടെ ബോയിലിംഗ് പോയിന്റ് കൂടുതലായിരിക്കും. അപ്പൊ ഒന്നാമത്തത് 4ന്റെ വാല്യൂ ഏറ്റവും കൂടുതൽ. നൗ 4 കഴിഞ്ഞാൽ അടുത്തത് 10⁻3. നെക്സ്റ്റ്, അത് കഴിഞ്ഞാൽ പിന്നെ നമുക്കുള്ളത് ഒന്നാമത്തെ വാല്യൂ ആണ്. കാരണം ഇത് രണ്ടിന്റെയും പവർ സെയിം ആണ്, പക്ഷെ ഇയാളുടെ വാല്യൂ 2 ആണ്. സോ 1, ആൻഡ് നെക്സ്റ്റ് വാട്ട് വിൽ ഗെറ്റ് ദേർ 2 അല്ലേ? സോ ദിസ് ഈസ് ദി ഓർഡർ ഓഫ് ഐ ഇൻടു എം വാല്യൂ. ഐ ഇൻടു എം കൂടുതലാണെങ്കിൽ ഡെൽറ്റ ടി ബിന്റെ ഓർഡറും എന്ത് തന്നെയാണ്? സെയിം തന്നെ ആയിരിക്കും. ഡെൽറ്റ ടി ബിന്റെ ഓർഡർ സെയിം ആണെങ്കിൽ ടി ബിന്റെ ഓർഡർ എന്ത് തന്നെ ആയിരിക്കും? സെയിം തന്നെ ആയിരിക്കും. അപ്പൊ നമ്മളെ ആൻസർ 4, 3, 1, 2. So option 1 can be selected as our answer.